ആരാണ് അഘോരികൾ എന്ന് പറയുന്നത്? അവർ എന്ത് ലക്ഷ്യം വെച്ചുവോ ശിവന്റെ യഥാർത്ഥ ഭാവത്തിലേക്ക് അവർ കടന്നു വരിക. സന്യാസിയും അതേപോലെ ഒരു അഘോരിയും തമ്മിലുള്ളൊരു വ്യത്യാസം. നല്ല ജനങ്ങൾ വരുമ്പോൾ അവർക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു അങ്ങനെ കടന്നു പോവുകയാണ് സന്യാസിയുടെ ജീവിതം. അഘോരി അങ്ങനെയല്ല. കാശി എന്തുകൊണ്ടാണ് അഘോരികൾക്ക് ഇത്ര പ്രിയപ്പെട്ട സ്ഥലമായി മാറുന്നത്? അഘോരികൾ മൃഗങ്ങളെ ബലി കൊടുക്കാറുണ്ടോ? സ്ത്രീ അഘോരി ഉണ്ടോ? പുസ്തകത്തിൽ വായിച്ചപ്പോൾ ഞാൻ വളരെയധികം നോട്ടീസ് ചെയ്തിട്ടുള്ളൊരു സ്ഥലപ്പേരുണ്ട്, കാമാഖ്യ എന്ന് പറഞ്ഞിട്ട്. എന്താണ് കാമാഖ്യ? പക്ഷേ മരണം എന്നൊരു ഭയം അതിൽ ഒളിഞ്ഞിരിക്കുന്നു.